ഇപ്പോൾ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് കളക്ടറുമായിട്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും MLA എന്നുള്ള നിലയ്ക്ക് ഞാനും പങ്കെടുത്തു. അപ്പോൾ ഞങ്ങൾ നിർദ്ദേശിച്ചത് ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ MLA മാത്രം, ഈ കൊടുവള്ളി MLA മാത്രമല്ല, തിരുവമ്പാടി MLAയും MP കൂടി ഇതിൽ വേണ്ടിയിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. പിന്നെ കളക്ടർ ഇത് തുറക്കുന്നതിന് വേണ്ടി പല പല നിർദ്ദേശങ്ങളും വെച്ചു. അപ്പൊ ഞങ്ങളുടെ നിർദ്ദേശം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമല്ലാതെ ഇത് തുറക്കുന്നത് ശരിയല്ല. അങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസന്റ് എഴുതുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഡിസന്റ് എഴുതിയ ശേഷമാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് സമരസമിതിയിലെ ഒരു 2-3 ആളെയും കൂടി അടുത്ത യോഗത്തിൽ വിളിക്കും, ഞങ്ങളെയും വിളിക്കും. അതിൽ തിരുവമ്പാടി MLA ഉണ്ടാവും, MP ഉണ്ടാവും. അപ്പോൾ വരുന്ന 2-3 ദിവസം കൊണ്ട് ഈ ചർച്ച പൂർത്തീകരിച്ച് അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കും എന്നാണ്. ഞങ്ങൾ പറഞ്ഞ എന്ത് പരിഹാരം ഉണ്ടെങ്കിലും ഉടൻ പ്ലാന്റ് പ്രവർത്തിച്ചു തുടങ്ങുന്നതിനെ ഞങ്ങൾക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവര് പറഞ്ഞിട്ടുള്ളത്, കളക്ടർ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കേണ്ടി വരുന്ന. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഡിസന്റ് എഴുതി പോകുന്നത്. അപ്പൊ കളക്ടർ പിന്നെ ലാസ്റ്റ് പറഞ്ഞു, തുറക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ച ഇവിടെ നടന്നിട്ടില്ല, ജനപ്രതിനിധികളും സമരസമിതിയുമായിട്ടുള്ള ചർച്ചകൾക്ക് മാത്രമേ ധാരണയുണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അതല്ല, ഇതൊന്നും ചെയ്യാതെ പ്ലാന്റ് തുറക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്ന് കളക്ടറെ അറിയിച്ചു. ഇനിയിപ്പോ അടുത്ത ചർച്ച ഡേറ്റ് പിന്നെ കളക്ടർ പറയും. അതിൽ സമരസമിതിയുടെ 2-3 അംഗങ്ങളെ കൂടിയെടുക്കാം. പിന്നെ 2 MLA-മാരുണ്ടാവും. തിരുവമ്പാടി MLA, കൊടുവള്ളി MLA, പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് MK രാഘവൻ MP ഇതിലുണ്ടാവും. അത് വെച്ചുകൊണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളുള്ള ഒരു യോഗം ഡേറ്റ് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കളക്ടർ. സമരസമിതിയും ഉടമകളും ഉണ്ടാവും. ഉടമകളില്ല, കമ്പനിയുടെ ഉടമകളില്ല. അവരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ആളുകൾക്ക് ഇറങ്ങി പറഞ്ഞത് കമ്പനിയുടെ ആളുകളും സമരസമിതിയുടെ ആളുകളും തമ്മിൽ ചർച്ച നടത്തും. അങ്ങനെ ഒരു തീരുമാനമേ ഉണ്ടായിട്ടില്ല. കമ്പനിയുടെ ആളുകൾ വരികയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ആ യോഗത്തിൽ ഇരിക്കില്ല, ഉറപ്പാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ നിർദ്ദേശം വന്നാൽ തുടങ്ങുന്നതിന് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാന്നാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഈ മലപ്പുറത്തേക്കൊക്കെ ഇവിടുന്ന് കുറച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അധികം മാലിന്യം ഈ കോഴി വേസ്റ്റ് അവിടെ വരാത്തതിന്റെ കാരണം കുറേയൊക്കെ മലപ്പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും ഇവരുടെ കപ്പാസിറ്റിയുടെ മുകളിലാണ്. 25 ടൺ മാത്രമേ ഇവർക്ക് സ്റ്റോർ ചെയ്യാൻ അവകാശമുള്ളൂ. അത് 60, 70, 80 ഒക്കെ ഇവർ സ്റ്റോർ ചെയ്യും. ഓൾറെഡി ഇപ്പൊ ഈ പ്ലാന്റിന് പ്രവർത്തനാനുമതി കൊടുത്തിട്ടുണ്ടല്ലോ, വേറെ പൊല്യൂഷൻ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അത് ഞങ്ങൾ സ്ട്രോങ്ങായി പറഞ്ഞു, പ്രവർത്തനാനുമതി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ചർച്ച പൂർത്തീകരിച്ച ശേഷം മാത്രമേ അത് തുറക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കളക്ടർ പറഞ്ഞത് എനിക്ക് കളക്ടർ എന്ന നിലയ്ക്ക് ചില നടപടികൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഡിസന്റ് എഴുതിയിട്ട് പോവുകയാണ്. ഞങ്ങളുടെ തീരുമാനപ്രകാരം ഈ എല്ലാ ആളുകളുമായുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമേ അത് തുറക്കാൻ പാടുള്ളൂ. ഞങ്ങൾ ഇതിലൊന്നും സമരസമിതി ഇല്ലല്ലോ.
മനസ്സിലായില്ലേ? സമരം ചെയ്യുന്ന അവിടുത്തെ ജനങ്ങളില്ല.